നേരം കുറച്ചായി ജിതിൻ കണ്ണ് തുറന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്. ഉറക്കം നഷ്ടപ്പെട്ടിട്ട് മാസങ്ങളായി. അവൻ ചെരിഞ്ഞു കിടന്ന് നീലിമയുടെ ബെഡിലേക്ക് പതിഞ്ഞു കിടക്കുന്ന വയറിൽ പതുക്കെ തലോടി. ആ സമയം അവളൊന്ന് തേങ്ങി. നീലിമ. അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. അവളുടെ തേങ്ങലിനൊപ്പം അവൻ്റെ കണ്ണുകൾ കൂടി നിറഞ്ഞു വന്നു. ഏറ്റവും സന്തോഷവും സമാധാനവും നൽകേണ്ട സമയമാണ് താൻ അവളെ ഏറെ വേദനിപ്പിക്കുന്നത്. ഓർക്കുന്തോറും അവന് സങ്കടം അധികരിച്ചു. ദേഷ്യമുണ്ടോ നിനക്ക് എന്നോട്? ഇടറാതെ അവന് ചോദിക്കാൻ ആയില്ല. നമ്മുടെ കല്യാണം നടക്കാതിരുന്നെങ്കിൽ, അവളുടെ ഇഷ്ടം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടെ. നീലിമ. അവൾ പറഞ്ഞു വരുന്നത് എന്തെന്നറിഞ്ഞതും ജിതിൻ അവളെ വിട്ട് പിടഞ്ഞെണീറ്റു. കഴിഞ്ഞ 8 മാസത്തിനിടയിൽ അവളിൽ നിന്ന് ഒരിക്കൽ പോലും വരാത്ത വാക്കുകളാണിത്. അവൻ എണീറ്റത് കണ്ട് അവളും ആയാസപ്പെട്ട് എണീക്കാൻ നോക്കി. നിറവയറുമായി ബുദ്ധിമുട്ടുന്നവളെ നോക്കിയിരിക്കാൻ അവനാവുമായിരുന്നില്ല. വേഗം അവളെ താങ്ങി പിടിച്ച് പില്ലോ വെച്ച് ചാരിയിരുത്തി. നിനക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ നീലിമ? അവളുടെ കയ്യിൽ പിടിച്ച് തീർത്തും തളർച്ചയോടെയാണ് അവനത് ചോദിച്ചത്. അറിയാഞ്ഞിട്ടല്ല ജിതിനേട്ടാ, ഇന്നേ വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചതുമല്ല. പക്ഷേ ജിതിനേട്ടൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ കാണുമ്പോൾ, അവളെ കാണാതെ അവളെക്കുറിച്ച് അറിയാതെ ഞാൻ എന്തോരം വിഷമിക്കുന്നുണ്ട്. അതിനിടയിൽ ജിതിനേട്ടനും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? മാമനും അമ്മായിക്കും കൂടി മുഖം കൊടുക്കാതെ പൊടിച്ച് പാതിരാത്രിയൊക്കെ കയറി വരുമ്പോൾ ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? അമ്മമ്മ ഇപ്പം മുറിയിൽ നിന്ന് ഇറങ്ങാറ് കൂടിയില്ല. എനിക്ക് ആകെ ശ്വാസം മുട്ടാ. ജിതിൻ പെട്ടെന്ന് തന്നെ അവനോട് ചേർത്ത് ചുറ്റിപ്പിടിച്ചു. സോറി. അവൻ അവളുടെ നെറുകിൽ ചുണ്ടമർത്തി പിടിച്ച് പറഞ്ഞു. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഏറ്റവും സന്തോഷത്തിൽ സമാധാനത്തിൽ ഇരിക്കേണ്ട സമയത്ത് അറിഞ്ഞോ അറിയാതെയോ ഞാൻ നിന്നെ പിന്നെയും വേദനിപ്പിക്കുകയാണ്. ഇനി ഉണ്ടാവില്ലടി. അവൻ ഒരു കൈകൊണ്ട് അവളുടെ വയറിൽ തഴുകിക്കൊണ്ടിരുന്നു. 8 മാസം എത്തി നിന്ന കുഞ്ഞ് ആ തലോടിൽ ഒന്ന് തുടിച്ചു. അവൻ കണ്ണടച്ച് ആ വേദനയിലും ഒന്ന് മന്ദഹസിച്ചു. നീലിമ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. നെറ്റിയിൽ അതിരങ്ങൾ ചേർത്ത് വെച്ചു. നില ദുബായിലാണുള്ളത്, സനിയുടെ കൂടെ. പിടഞ്ഞെണിക്കാൻ പോയവളെ അവൻ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. ആരാ പറഞ്ഞത്? ഇത്രയും നാൾ അവൾ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ടല്ലേ? ഇപ്പോൾ അറിഞ്ഞില്ലേ? ജിതിനേട്ടൻ പോയി വിളിച്ചു കൊണ്ടുപോകാം അവളെ. ജിതിനേട്ടൻ ഒന്ന് ചെന്ന് സംസാരിച്ച് തീരാവുന്ന കൂടുതൽ ഒന്നുമില്ല അവളിലെ സങ്കടം. അവൾക്ക് ലോകത്തെ ഏറ്റവും വലുത് ജിതിനേട്ടനായതുകൊണ്ടല്ലേ വിഷയെ കൂടി ഓർക്കാതെ അവൾ പോയത്. പോയി കൊണ്ടുപോവാ. ഇല്ലെങ്കിൽ അവളൊന്ന് കോണ്ടാക്ട് ചെയ്താ എനിക്ക്. നമ്മുടെ കുഞ്ഞുവാവ് വരാൻ പോകുന്ന അറിഞ്ഞാൽ അവൾക്ക് വരാതിരിക്കാനാവില്ല. എന്തേലും ഒന്ന് ചെയ്യേ. എനിക്കിനി അവളെ കാണാതെ പറ്റില്ല. നീലിമ അവനെ മാറ്റി വെപ്രാളപ്പെട്ട് എണീറ്റു. നീ ഒന്ന് സമാധാനിക്കേ. അവനും വേഗം എണീറ്റ് അവളെ പിടിച്ചു വെച്ചു. എന്തു സമാധാനിക്കാൻ? എങ്ങനെ സമാധാനിക്കാൻ? നില വരൂടി, ഞാൻ പോവാ, ഞാൻ കൊണ്ടുവരാം, ഉറപ്പ്. നല്ലൊരു ഗർഭകാലമോ നൽകാനായില്ല. ഇനി ഒന്നിനു വേണ്ടിയും ഇവള് വേദനിച്ചൂടാ. നിലയോളം തന്നെ വലുതാണ് ഈ 2 ജീവനും. ജിതിനേട്ടാ, നിള അവൾ ഒറ്റയ്ക്കാ. തന്നിലേക്ക് ചാഞ്ഞു കിടന്ന് പാതി മയക്കത്തിൽ പറയുന്നവളെ അവൻ കൂടുതൽ അടക്കി പിടിച്ചു. നിലയോട് അവന് ദേഷ്യം തോന്നി, പരിഭവം തോന്നി. എന്തി നീ മനസ്സിലാക്കിയില്ല എന്നെ, ഞങ്ങളെ? കുറച്ചു മുന്നേ കണ്ണീരോടെ വിശ്വജിത്ത് പറഞ്ഞതും അവൻ ഓർത്തു. അവൾക്ക് ഞാൻ ആരുമായിരുന്നില്ലേ? ഇത്രയും വിഷമിച്ച നിമിഷത്തിൽ എന്നെ തേടി വരാതെ എന്തി ദൂരേക്ക് പോയി? ഞാൻ അവളെ ചേർത്ത് നിർത്തില്ലായിരുന്നോ? അതോ അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ ഇതുവരെ? നിള ലിൻഡയ്ക്കൊപ്പം പുറത്തുപോയി വരുമ്പോൾ സനി റൂമിലെ ചെയറിൽ കണ്ണടച്ച് ചാരിക്കിടപ്പാണ്. ആ കിടത്തം കണ്ടവൾ സംശയിച്ചു. രാവിലെ കൂടി പറഞ്ഞു കേട്ടിരുന്നു ഓഫീസിൽ ഇന്ന് തിരക്കുള്ള ദിവസമാണെന്ന്. പിന്നെ എന്തേ ഈ സമയത്ത് ഇവിടെ? സനിച്ചേട്ടാ. നില റൂമിലേക്ക് ചെന്നു. അവൾ വിളിച്ചതും അവൻ കണ്ണു തുറന്നു. മമ്മി റൂമിലുണ്ട്. എന്തേ വയ്യേ? ഒന്നുമില്ല, ഞാൻ നേരത്തെ ഇറങ്ങി. നില തിരിഞ്ഞടക്കാൻ പോയതും സനി അവളെ വിളിച്ചു. മമ്മിക്കും പപ്പയ്ക്കുമൊപ്പം നിലയ്ക്കും കൂടി ടിക്കറ്റ് എടുക്കട്ടെ നാട്ടിലേക്ക്? നില അമ്പരന്നവനെ നോക്കി. പിന്നെ വേണ്ടെന്ന് തലനക്കി. നീ ഇവിടെ ഒട്ടും കംഫർട്ടബിൾ അല്ല നിള. അത്യാവശ്യം കുറേ നല്ല ഇൻ്റർവ്യൂ ഉഴപ്പിക്കളഞ്ഞു. ഇപ്പോഴാണെങ്കിൽ കിട്ടിയ ജോബിനും ഉഴപ്പാണ്. ഞാൻ ശ്രദ്ധിച്ചോളാം. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങി. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. നിള മുഖം കുനിച്ചു നിന്നു. അവളുടെ ആ നിൽപ്പ് അവനെ അസ്വസ്ഥമാക്കി. നീയും വിശ്വസാറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിള ഒന്നും മിണ്ടിയില്ല. നിന്നോട് ഒന്നും ചോദിക്കരുത് എന്ന് നീ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചോദിക്കാതെ വയ്യ. നിന്നിങ്ങനെ കാണാൻ പറ്റാത്തോണ്ടാ. പഴയ നിലയെ വെച്ച് നോക്കുമ്പോൾ നീ വേറെ ആരോ പോലെ തോന്നാ. നിലയുടെ കണ്ണുകൾ കൂടുതൽ ശക്തിയിൽ പെയ്തു. നീ ഇങ്ങനെ കരയല്ലേ.
സനി 2 കൈയും എളിയിൽ കുത്തി തിരിഞ്ഞു നിന്നു. അവളുടെ കണ്ണുനീർ കാണാൻ പറ്റില്ലെന്ന പോലെ. നീയായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ സാറിനെ വിളിക്കും. വേണ്ട, ഞാൻ പറയാം, നില പെട്ടെന്ന് പറഞ്ഞു. നിലയെ മോളെ ഒന്ന് വന്നേ. ലേൻഡയുടെ വിളി വന്നപ്പോൾ നില അവനെ നോക്കി. വെള്ളിയാഴ്ച രാവിലെ വരെ സമയമുണ്ട്. അതിനുള്ളിൽ എനിക്കറിയണം എന്താ നിങ്ങൾക്കിടയിൽ പറ്റിയതെന്ന്. ഇപ്പോൾ ചെല്ല്. മുഖം അമർത്തുടിച്ച് നില റൂമിൽ നിന്ന് പുറത്തേക്ക് പോയതും സനി വീണ്ടും ചെയറിലേക്കിരുന്നു. അവൻ്റെ ചിന്തകൾ കഴിഞ്ഞ നാളുകളിലേക്ക് തിരിച്ചു സഞ്ചരിച്ചു. ആ കോളേജ് ദിനങ്ങളിലേക്ക്. തുടരും. സ്നേഹത്തോടെ, അഭിനവി.